അഴീക്കോടും കണ്ണൂരിലും വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ LDF വികസന മുന്നേറ്റ ജാഥ. നാട് ഇടതുമുന്നണിക്കൊപ്പം എന്ന് തെളിയിക്കുന്ന ജനമുന്നേറ്റമാണെങ്കിലും കാണുന്നതെന്ന് ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ പറഞ്ഞു. വീണ്ടും LDF സർക്കാർ വരുമെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കണ്ണൂരിന്റെ ഇടതുമനസ്സിനെ തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് LDF വികസന മുന്നേറ്റ യാത്രയ്ക്ക് പിന്നിൽ വൻ ജനാവലി തടിച്ചുകൂടിയത്. കണ്ണൂരിലും അഴീക്കോടും ആവേശത്തിരയിളക്കിയാണ് ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കിയത്. LDF ജില്ലാ കൺവീനർ N ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു മാസത്തിലേറെയായി നടന്ന ചിട്ടയാർന്ന പ്രവർത്തനത്തിന്റെ വിളംബരം കൂടിയായി സ്വീകരണങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം കൂടിയാണ് LDFന് ഈ വികസന മുന്നേറ്റ യാത്ര. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി കേരളത്തെ മാറ്റിയതുമെല്ലാമാണ് ജാഥ ക്യാപ്റ്റൻ ജനങ്ങളോട് പറഞ്ഞത്. നാട് LDFന് ഒപ്പം എന്ന് തെളിയിക്കുന്ന പിന്തുണയാണ് എങ്ങും ലഭിക്കുന്നതെന്നും MV ഗോവിന്ദൻ. കണ്ണൂര് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ഒരു സംസ്ഥാനതല ജാഥ സ്വീകരണ പരിപാടി എന്തായിരിക്കും എന്നതിനെ പറ്റിയുള്ള സംശയത്തിന് കൃത്യമായ മറുപടിയാണ് കണ്ണൂർക്കാർ ഇന്ന് നൽകിയിട്ടുള്ളത്. വലിയ ഒരു ജനാവലി ഈ ജാഥയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നു നേരത്തെ കൂടി തന്നെ എന്നത് കേരളത്തിൻ്റെ പൊതുവായ വികാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ച കേരള വികസന മുന്നേറ്റം അതിനോടൊപ്പം ചേർന്നുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് ഒഴുകി ഓരോ സ്വീകരണ കേന്ദ്രത്തിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ദർശനം തന്നെയാണ് കണ്ണൂരിലും കണ്ടത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുക. കേന്ദ്ര സർക്കാർ കേരളത്തെ അപമാനിക്കുകയാണ്, സഹായം ഒന്നുമില്ലാതെ തമസ്കരിക്കുന്നു. എന്നിട്ടും സ്വന്തം കാലിൽ നിന്ന് ഈ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തി നിൽക്കുകയാണ് കേരളമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് P അജയകുമാർ അധ്യക്ഷത വഹിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, P സന്തോഷ് കുമാർ MP, CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ, INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ, കോൺഗ്രസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി U ബാബു ഗോപിനാഥ്, CPM ഏരിയ സെക്രട്ടറി KP സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.